ഞാൻ വൈൽ ലൂപ്പ് വീഡിയോ ഇട്ടപ്പോൾ ലാസ്റ്റിൽ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസറാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വൈൽ ലൂപ്പിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നോർമൽ വൈൽ ലൂപ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ നെസ്റ്റഡ് വൈൽ ലൂപ്പിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു റിവേഴ്സ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരുന്നത് അസൈൻമെൻറ്റിൽ. അതായത് ഫസ്റ്റ് ലൈനിൽ 15 സ്റ്റാർസ്, സെക്കൻഡ് ലൈനിൽ 14 സ്റ്റാർസ്, തേർഡ് ലൈനിൽ 13, അങ്ങനെ വന്ന് ലാസ്റ്റ് ലൈനിൽ 1 സ്റ്റാർ. ഇതായിരുന്നു അസൈൻമെൻറ്റ്. അപ്പം നമുക്ക് ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു ചെറിയ സ്ക്വയർ ചെയ്യാം. പിന്നെ അവിടുന്ന് നമുക്ക് ഇങ്ങനെയൊരു ട്രയാങ്കിൾ, അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇങ്ങനൊരു ചെറിയ സ്ക്വയറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5 ലൈൻസ് ഉള്ള ഒരു ചെറിയ സ്ക്വയർ. നമ്മൾ റിവേഴ്സ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, 15 സ്റ്റാർസ്, 14 സ്റ്റാർസ്, 13 സ്റ്റാർസ്, അങ്ങനെ. ഇപ്പം നമ്മൾ ചെറിയൊരു ട്രയാങ്കിൾ ചെയ്യാനാണ് പോകുന്നത്. അതിനുവേണ്ടി ചെറിയൊരു സ്ക്വയർ ആദ്യം ചെയ്യാൻ പോകും. അപ്പം ഞാൻ 15, 14 എന്ന് പറയുന്നതിന് പകരം ചെറിയ സ്ക്വയർ ആയതുകൊണ്ട് 5, 4, 3, 2, 1 അങ്ങനെയാണ് നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ആയതുകൊണ്ട് 5, 4, 3, 2, 1. ആദ്യത്തെ എക്സാമ്പിളിൽ നമ്മൾ 1, 2, 3, 4, 5 എന്നാണ് എടുത്തത്. എന്തുകൊണ്ടാണ്? നമുക്ക് 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർസ് അങ്ങനെയായിരുന്നു വേണ്ടിയത്. ഈ കാണുന്ന പോലെ 5, 4, 3, 2, 1 ആണ് ലൈൻ നമ്പർ. പിന്നെ അതിൻ്റെ റൈറ്റിലോട്ടുള്ളതാണ് സ്റ്റാർ നമ്പർ. ഇപ്പം നമ്മൾ എല്ലാ ലൈനിലും 5 സ്റ്റാർസ് ആണ്. 5 റോസ് ഉണ്ട്, 5 സ്റ്റാർസും ഉണ്ട്. നമ്മളിപ്പം സ്ക്വയർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ലൈൻ നമ്പറും കൂടെ അങ്ങ് പ്രിൻറ്റ് ചെയ്യും. അപ്പം ഓർത്തോണം, 5, 4, 3, 2, 1 ലൈൻ നമ്പർ, അതിൻ്റെ റൈറ്റ് വരുന്നത് സ്റ്റാർ നമ്പർ, എത്ര നമ്പർ ഓഫ് സ്റ്റാർസ് ഉണ്ടെന്ന്. അപ്പം നമുക്ക് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന പടം കൂടെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോണം, അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നമുക്കിപ്പോൾ ഫസ്റ്റിൽ 5 എന്ന നമ്പർ പ്രിൻറ്റ് ചെയ്യണം, പിന്നെ 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. അതാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലൈൻ നോക്കാം ആദ്യം. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി ലൈൻ നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എന്താണ് വേണ്ടത്? നമുക്ക് 5 ആണ്. ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വാല്യൂ കൊടുക്കാനാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താണ്? 5. അപ്പം ഞാൻ ലൈൻ നം ഇസ് ഈക്വൽ ടു 5 എന്ന് ഇനീഷ്യലൈസ് ചെയ്തു. കാരണം നമുക്ക് ഡിക്രീസിങ് ഓർഡറിലാണ് വേണ്ടിയത്. റിവേഴ്സ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 5 ആയിട്ട് ലൈൻ നം എന്ന വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു. അടുത്തത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. വൈൽ ലൂപ്പിന് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഇനീഷ്യലൈസ് ചെയ്യണം, കണ്ടീഷൻ ചെക്ക് ചെയ്യണം, പിന്നെ വേരിയബിൾ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. വൈൽ ലൈൻ നം ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. കാരണം ഡിക്രീസ് ചെയ്ത് ഏതാണ് പോകുന്നത്, കോളനും കൊടുക്കണം. നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ ഇനീഷ്യലൈസ് ചെയ്തത് 1 ആണ്, പിന്നെ ഇൻക്രീസ് ചെയ്ത് ഏതാണ് പോകുന്നത്. ഇവിടെ ലൈൻ നം ഇനീഷ്യലൈസ് ചെയ്തത് 5 ആണ്, പിന്നെ ഡിക്രീസ് ചെയ്ത് ഏതാണ് പോകുന്നത്. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണം. വൈൽ ലൈൻ നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ത് ചെയ്യണം? പ്രിൻറ്റ് ലൈൻ നം. ലൈൻ നമ്മിലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. ഇപ്പോൾ ലൈൻ നം ഇനീഷ്യലൈസ് ചെയ്ത് 5 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? 5 പ്രിൻറ്റ് ചെയ്യും. 5 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് നമുക്ക് വേണ്ടിയത്? സ്റ്റാർ ആണ് വേണ്ടിയത്. ഇവിടെയാണ് നമ്മൾ ഇന്നർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ക്ലോക്കിൻ്റെ എക്സാമ്പിൾ ഓർത്തോണം. ഔട്ടർ ലൂപ്പുമുണ്ട്, ഇന്നർ ലൂപ്പുമുണ്ട്. ഔട്ടർ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നർ ലൂപ്പ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ വീണ്ടും ഔട്ടർ ലൂപ്പ് ഇൻക്രിമെൻ്റ് അല്ലെ ഡിക്രിമെൻറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഇന്നർ ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. അതിനെ ഞാൻ സ്റ്റാർ നം എന്നുള്ള വേരിയബിൾ വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. സ്റ്റാർ നം ഈക്വൽസ് ടു 1. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. വൈൽ സ്റ്റാർ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നമുക്ക് 5 ടൈംസ് അല്ലേ സ്റ്റാർ പ്രിൻ്റ് ചെയ്യണ്ടേ? അതുകൊണ്ടാണ് വൈൽ സ്റ്റാർ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ത് ചെയ്യണം? പ്രിൻറ്റ് സ്റ്റാർ ചെയ്യണം. അപ്പം ഇപ്പം നമ്മൾ സ്റ്റാർ നം 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. അപ്പോൾ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്റ്റാർ നം ഇൻക്രിമെൻറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് അതാണല്ലോ. സ്റ്റാർ നം ഇസ് ഈക്വൽ ടു സ്റ്റാർ നം പ്ലസ് 1. ആദ്യം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇവിടെ ഇൻക്രിമെൻ്റ് ആണ് ചെയ്യുന്നത് 5 സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി. ആദ്യം 1 ആയിരുന്നു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. അപ്പം സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. ഇവിടെ വന്ന് 2 ആകും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? 2 സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യും. പിന്നെ 3 ആകും. മുകളിൽ പോയി ചെക്ക് ചെയ്യും.
പിന്നെ 3 സ്റ്റാർസ് പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ 5 വരെ. 5 ആകുമ്പം 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? 5 ഈക്വൽ ടു 5 ആണ്. അപ്പോൾ 5th സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഇത് 5 + 1 6 ആകും. മുകളിൽ പോയി ചെക്ക് ചെയ്യും. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അല്ല. അപ്പോൾ കണ്ടീഷൻ ഇവിടെ ഫോൾസ് ആയി. അപ്പോൾ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാതെ ഈ ലൂപ്പിൻ്റെ വെളിയിൽ വരും. ഈ സ്റ്റേജിൽ ഫസ്റ്റ് ലൈൻ പ്രിൻ്റ് ചെയ്ത് കാണും. ഫസ്റ്റ് ലൈൻ എന്തോ 5 എന്ന നമ്പറും പിന്നെ 5 സ്റ്റാറും. ഇനി നമുക്ക് സെക്കൻഡ് ലൈനിലേക്ക് പോകണം. സെക്കൻഡ് ലൈനിൽ എന്താണ്? 4ഉം 4 സ്റ്റാർസും. അപ്പം നമുക്ക് ലൈൻ നമ്പർ 5 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് 4 ആക്കണം. അപ്പം ലൈൻ നമ്പർ എന്ത് ചെയ്യണം? ഡിക്രിമെൻറ്റ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഈ ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിയാണ് ഇത്. അതിൽ നമ്മൾ എഴുതല്, നമ്മൾ വെളിയിൽ വരുമ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ വേരിയബിളാണ് ലൈൻ നമ്പർ. ഔട്ടർ ലൂപ്പിൻ്റെ താഴെയാണ് നമ്മൾ ലൈൻ നമ്പർ ഇൻക്രിമെൻ്റ് അല്ലെ ഡിക്രിമെൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഡിക്രിമെൻ്റ് ആണ് ചെയ്യേണ്ടത്. എന്താണ്? ലൈൻ നമ്പർ 5 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് 4 ആണ് നെക്സ്റ്റ് ലൈനിൽ വേണ്ടിയത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ലൈൻ നം ഈസ് ഈക്വൽ ടു ലൈൻ നം -1. ഇപ്പം 4 ആയി. ഇനി നമുക്ക് ലൈൻ നം 4 ആണ്. മുകളിൽ പോയി ചെക്ക് ചെയ്യും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? ആണ്. അപ്പം 4 പ്രിൻറ്റ് ചെയ്യും. പിന്നീട് ഇന്നർ ലൂപ്പിലേക്ക് കയറുവാണ്. അപ്പോൾ വീണ്ടും സ്റ്റാർ നം 1 ആയി. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. അപ്പോൾ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. പിന്നെ സ്റ്റാർ നം ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 2 ആകും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? ആണ്. അപ്പോൾ ഒരു സ്റ്റാർ കൂടെ പ്രിൻറ്റ് ചെയ്യും. 2 സ്റ്റാറായി. അപ്പോൾ 4ഉം 2 സ്റ്റാറുമായി. അങ്ങനെ ഇന്നർ ലൂപ്പ് 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. 6ാമത്തെ തവണ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യത്തിൽ വെളിയിൽ വരും. വെളിയിൽ വരുമ്പോൾ നമ്മൾ ലൈൻ നമ്പർ ഡിക്രീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ലൈൻ നമ്പർ 3 ആയി. വീണ്ടും ഇതേ പ്രോസസ്സ് നടക്കും ലൈൻ നമ്പർ 1 ആകുന്നവരെ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1ൻ്റെ താഴെ പോകത്തില്ല, 0 പോകത്തില്ല. ഔട്ടർ ലൂപ്പ് 1 വരെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ലാസ്റ്റ് ലൈന് 1ഉം 5 സ്റ്റാറും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? എല്ലാം ഓരോ ലൈനിലാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിൻറ്റ് ഫംഗ്ഷൻ എപ്പോഴും അടുത്ത ലൈനേ പോകും. അത് മാറ്റാൻ വേണ്ടി നമ്മളൊരു എൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്യും. എൻഡ് ഈസ് ഈക്വൽ ടു ഒരു കോഡ്സ് ഇട്ടാൽ മതി. കോഡ്സിനകത്ത് സ്പേസ് ഇട്ടാൽ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും ഓരോ ക്യാരക്ടർ കഴിഞ്ഞിട്ട്. സ്റ്റാർ കഴിഞ്ഞിട്ടും നമ്മൾ അതേപോലെ ചെയ്യണം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എല്ലാം ഒരേ ലൈനേ വന്നു. ഇത് പഠിപ്പിച്ചതാ. നമ്മളിപ്പം എല്ലാം എൻഡ് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ നമുക്ക് 5 കഴിഞ്ഞിട്ട് 5 സ്റ്റാർ കഴിഞ്ഞിട്ട് അടുത്ത ലൈനേ പോകണം അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യും? പ്രിൻറ്റ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു ന്യൂ ലൈനേ പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്ത് ലൂപ്പിന് വെളിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ന്യൂ ലൈൻ അങ്ങ് കൊടുത്താൽ മതി. അതായത് പ്രിൻറ്റ് ഫംഗ്ഷൻ അങ്ങ് കൊടുത്താൽ മതി. അപ്പം നെക്സ്റ്റ് ലൈനിൽ പോയി അടുത്ത നമ്പർ പ്രിൻറ്റ് ചെയ്യും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഇപ്പം നമുക്കൊരു സ്ക്വയർ കിട്ടി. ഇപ്പം ഇവിടെ വരെ ആയല്ലോ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് 5 ആണ് ഇവിടെ നമ്പറെങ്കിൽ 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. 4 ആണ് ഇവിടെ നമ്പറെങ്കിൽ 4 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. 3 ആണെങ്കിൽ 3, അങ്ങനെ 1 ആണെങ്കിൽ 1 അങ്ങനെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ 5, 4, 3, 2, 1 എല്ലാം എവിടെയാണ് കിടക്കുന്നത്? ലൈൻ നമ്മിലാണ് കിടക്കുന്നത്. ഇന്നർ ലൂപ്പിൽ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈൽ സ്റ്റാർ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ലൈനിലും 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ വൈൽ സ്റ്റാർ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലൈൻ നം എന്ന് കൊടുത്താലോ? ലൈൻ നമ്മിലാണ് ഈ 5, 4, 3, 2, 1 കിടക്കുന്നത് അല്ലേ? അപ്പം ലൈൻ നം 5 ആണെങ്കിൽ 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ലൈൻ നം 4 ആണെങ്കിൽ 4 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. ലൈൻ നം ഡിക്രീസ് ചെയ്ത് വരുന്ന പോലെ സ്റ്റാറും ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ മതി. സ്റ്റാർ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലൈൻ നം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഇപ്പോൾ ഇവിടെ ഒരു റിവേഴ്സ് ട്രയാങ്കിൾ പാറ്റേൺ കിട്ടി. ഇനി നമുക്ക് ഈ 5, 4, 3, 2, 1 വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എവിടെ അത് പ്രിൻറ്റ് ചെയ്യുന്നത്? പ്രിൻറ്റ് ലൈൻ നം അല്ലേ പ്രിൻറ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യത്തില്ല. ഇനി ഞാനിത് റൺ ചെയ്യുവാണ്. കണ്ടോ? ഇപ്പം ഇത് 5 ലൈൻസേ പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. നമുക്കിത് 15 ലൈൻസ് വേണമെങ്കിലോ? നമ്മളിപ്പോൾ ലൈൻ നം 5 ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. 15 വേണമെങ്കിൽ 15 കൊടുക്കാം. നിങ്ങൾക്ക് 100 വേണമെങ്കിൽ 100 കൊടുക്കാം. ഞാനിപ്പോൾ 15 കൊടുക്കുവാണ്. ഞാൻ എന്നിട്ട് റൺ ചെയ്യുവാണ്.
കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.